Good evening, all. So, welcome to Study in Australia webinar. Today, we are discussing about the Australia student visa process, its entry requirements and all. Am I audible? Hello? Yeah, yes. Hello? ഓക്കെ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് നമ്മൾ എന്തുകൊണ്ട് ഓസ്ട്രേലിയ ചൂസ് ചെയ്യണം, അതുപോലെ തന്നെ അവിടെ വരുന്ന ലെവൽസ് ഓഫ് എഡ്യൂക്കേഷൻ, എൻട്രി റിക്വയർമെന്റ്സ്, അവിടുത്തെ യൂണിവേഴ്സിറ്റീസ്, കോഴ്സസ്, പിന്നെ നമുക്ക് വരുന്ന ഫീസ്, സ്കോളർഷിപ്പ്, ഇതിനെ പറ്റിയൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്തുകൊണ്ട് നമ്മൾ ഓസ്ട്രേലിയ ചൂസ് ചെയ്യണം? ഇപ്പം നമുക്കറിയാം നമ്മുടെ എബ്രോഡ് സ്റ്റഡീസ് നോക്കുന്നതിൽ മെയിൻ ആയിട്ടുള്ള ഒരു ടോപ്പ് ഡെസ്റ്റിനേഷൻ ആണ് ഓസ്ട്രേലിയ. ഒരുപാട് സ്റ്റുഡൻസ് ചൂസ് ചെയ്യുന്ന ഒരു ഡെസ്റ്റിനേഷൻ ആണ്. അപ്പൊ അതിൽ മെയിൻ ആയിട്ട് അവരുടെ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ലാർജ് കൺട്രി, അതൊരു വലിയൊരു കൺട്രി തന്നെയാണ്. അതിനോടൊപ്പം തന്നെ അവരുടെ ടോപ്പ് റാങ്ക്ഡ് യൂണിവേഴ്സിറ്റീസും അതിന്റെ ക്രെഡിബിലിറ്റിയും, അതുപോലെ തന്നെ നമുക്ക് ഓസ്ട്രേലിയ ഒരു സ്റ്റഡി കഴിയുന്നതനുസരിച്ച് നമുക്കൊരു വേൾഡ് ക്ലാസ് എഡ്യൂക്കേഷൻ ആണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ പോസ്റ്റ് സ്റ്റഡി വർക്ക് റൈറ്റ്സ് എന്ന് വെച്ചാൽ നമുക്ക് ആഫ്റ്റർ സ്റ്റഡീസ് കിട്ടുന്ന സ്റ്റേ ബാക്ക് ഓപ്ഷൻസും, അതുപോലെ തന്നെ സ്കോളർഷിപ്സ്, ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് അവൈലബിൾ ആയിട്ടുള്ള സ്കോളർഷിപ്സ് ഒക്കെയാണ് മെയിൻ ആയിട്ട് നമുക്ക് ഓസ്ട്രേലിയയുടെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഓസ്ട്രേലിയ നോക്കുമ്പോൾ ഫസ്റ്റ് നമ്മളൊരു ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ആയിരിക്കും, നമ്മൾ ഏത് കോഴ്സിനാണ് അല്ലെങ്കിൽ നമുക്ക് ഏതൊക്കെ ലെവൽസ് ആണ് എടുക്കാൻ പറ്റുക എന്നുള്ള ഒരു ബേസിക് ഐഡിയ ഉണ്ടാവണം. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ AQF എന്ന് വെച്ചാൽ ഓസ്ട്രേലിയൻ ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്ക്. നമ്മുടെ അവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം, നമ്മളിപ്പോൾ ഇന്ത്യയിൽ എങ്ങനെയാണ് നമ്മൾ 10th 12th അത് കഴിഞ്ഞ് നമ്മൾ ഡിഗ്രിക്ക് പോകുന്നു, ലൈക്ക് അതുപോലെ തന്നെ അവിടുത്തെ വരുന്ന ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ ബേസിസിൽ വരുന്ന ഒരു ഫ്രെയിംവർക്ക് ആണ് ഓസ്ട്രേലിയൻ ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്ക്, AQF എന്ന് പറയും. അതിന്റെ ബേസിസിലാണ് അവിടുത്തെ യൂണിവേഴ്സിറ്റീസും കോളേജസും സ്കൂൾസ് ഒക്കെ എന്താണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. ഇപ്പൊ ലൈക്ക് നമുക്ക് ഇവിടെ നിന്ന് പോകുമ്പോഴത്തേക്കും നമ്മൾ ആസ് എൻ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നത് ഒന്ന് നമുക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രി ആണ്. ഇപ്പൊ 12th കഴിഞ്ഞ ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ നമുക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രി എടുക്കാം. ഇപ്പൊ നമുക്ക് ഇവിടെ ഒരു ഡിഗ്രി കഴിഞ്ഞ ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാസ്റ്റേഴ്സ് എടുക്കാം. ഓൾസോ അവർ PhD പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ലെവൽ 1 to 10 എന്നുള്ള രീതിയിൽ. ഇതിൽ ശരിക്കും ലെവൽ 1 2 3 എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവിടുത്തെ സെക്കൻഡറി, അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ്, പിന്നെ ലെവൽ 5 തൊട്ടാണ് അവിടുത്തെ ഡിപ്ലോമാസ് സ്റ്റാർട്ട് ചെയ്യണത്. നമുക്ക് മെയിൻലി വേണ്ടതെന്ന് വെച്ചാൽ ബാച്ചിലർ ഡിഗ്രിയും അതുപോലെ തന്നെ മാസ്റ്റേഴ്സ്. ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് അവിടെ എടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ബാച്ചിലേഴ്സ് ഡിഗ്രി ആൻഡ് മാസ്റ്റേഴ്സ് ആണ്. അതിനിടയിൽ ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഒക്കെ വരുന്നുണ്ട്. ബട്ട് നമ്മൾ അത് എടുക്കുമ്പോൾ ഉള്ള ഒരു നെഗറ്റീവ് എന്താന്ന് വെച്ചാൽ നമുക്ക് സ്റ്റേ ബാക്ക് ഓപ്ഷൻ ഉണ്ടാവില്ല. നമ്മൾ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഒന്ന് നമുക്ക് സ്റ്റേ ബാക്കും അതുപോലെ തന്നെ പാർട്ട് ടൈം ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. കണ്ണെന്തോ ഭയങ്കര ഇറിറ്റേഷൻ തോന്നുന്നുണ്ട്. ഹലോ, ഇനി മ്യൂട്ട് ചെയ്യാമോ? ഓക്കെ. അപ്പൊ അതാണ് മെയിൻ ആയിട്ട്. അപ്പൊ നമുക്ക് എടുക്കേണ്ടി വരുന്നത് ബാച്ചിലേഴ്സും മാസ്റ്റേഴ്സും ആണ്. അപ്പൊ ബാച്ചിലേഴ്സ് ഡിഗ്രി വരുന്നത് ലെവൽ 7 ആണ്. പിന്നെ നമുക്ക് ബാച്ചിലേഴ്സ് 3 years ബാച്ചിലേഴ്സ് അല്ലാണ്ട് തന്നെ നമുക്ക് 4 years ബാച്ചിലേഴ്സ് വരുന്നുണ്ട്, ലൈക്ക് ബാച്ചിലേഴ്സ് ഓണേഴ്സ്. അതെന്ന് പറയുമ്പോൾ നമുക്ക് കൂടുതലും എഞ്ചിനീയറിംഗ് പ്രോഗ്രാംസിലായിരിക്കും വരുന്നത്. അതെന്ന് പറയുന്നത് ലെവൽ 8 ആണ് വരുന്നത്. പിന്നെ നമ്മൾ കൂടുതൽ സ്റ്റുഡൻസ് ചൂസ് ചെയ്യുന്നത് മാസ്റ്റേഴ്സ് ആണ്. അതെന്ന് പറയുന്നത് ലെവൽ 9. സോ നമുക്ക് വേണ്ട ലെവൽസ് എന്ന് പറയുന്നത് ലെവൽ 7, 8 അല്ലെങ്കിൽ 9 ആയിരിക്കും. സോ ലെവൽസ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് എൻട്രി റിക്വയർമെന്റ്സ്. ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ UG ആൻഡ് PG ആണ് നമുക്ക് മെയിൻ ആയിട്ട് സ്റ്റുഡൻസിന് എടുക്കാനായിട്ട് പറ്റുന്നത് ഓസ്ട്രേലിയ. സോ നമുക്ക് UG കോഴ്സ് വരുമ്പോൾ അണ്ടർ ഗ്രാജുവേറ്റ് വരുമ്പോൾ ലെവൽ 7 അല്ലെങ്കിൽ ഓണേഴ്സ് വരുമ്പോൾ ലെവൽ 8. അതെന്ന് പറയുമ്പോൾ നമുക്ക് മെയിൻലി വേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ 10+2 ആണെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ 10th + 12th വരുമ്പോഴത്തേക്ക് 12 years എഡ്യൂക്കേഷൻ എന്നുള്ള രീതിയിലാണ് നമുക്ക് UGക്ക് അഡ്മിഷന് വേണ്ടിയിട്ട് വേണ്ടത്. പ്ലസ് നമുക്ക് ഒരു 65% എബോ എന്ന് വെച്ചാൽ 65ക്ക് താഴെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചില യൂണിവേഴ്സിറ്റീസ് അക്സെപ്റ്റ് ചെയ്യും. എന്നാൽ പോലും നമ്മളൊരു മിനിമം കട്ട് ഓഫ് എന്നുള്ള രീതിയിൽ 65% ഓർ എബോ എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. പ്ലസ് നമുക്ക് ഓസ്ട്രേലിയ ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി ആണ്. എന്നാൽ പോലും തന്നെ നമുക്ക് ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി റിക്വയർമെന്റും മാൻഡേറ്ററി ആണ് ഓസ്ട്രേലിയക്ക്. അപ്പൊ ഈ പറഞ്ഞ പോലെ ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസിയിൽ അവർ IELTS അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, PT അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. PT എനിക്ക് ഏറ്റവും കൂടുതൽ അക്സെപ്റ്റ് ചെയ്യുന്നത് ഓസ്ട്രേലിയയിലാണ്.
അപ്പൊ ഈ ഇംഗ്ലീഷ് പ്രൊഫഷൻസി റിക്വയർമെന്റിൽ മെയിൻ ആയിട്ട് IELTS വരുമ്പോൾ ബാച്ചിലേഴ്സിന് എല്ലാം 6 ആണ് വേണ്ടത്. ഓവറോൾ 6, നോ ബാൻ ലെസ് ദാൻ 6. പിന്നെ നമുക്ക് ചില കോഴ്സസ് ഉണ്ട്, ഇപ്പം നഴ്സിംഗോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫിസിയോതെറാപ്പി, അങ്ങനെ കുറച്ച് കോഴ്സസ് നമുക്ക് ചിലപ്പം ഈ പറഞ്ഞ പോലെ IELTSന്റെ സ്കോറിന് ഡിഫറൻറ്റ് ഉണ്ടാവും. ചിലപ്പോൾ ഒരു 7 ചോദിക്കാം, ചിലപ്പോൾ 6.5 ചോദിക്കാം. അത് ഡിപ്പെൻസ് ആണ്, നമുക്കത് യൂണിവേഴ്സിറ്റിനനുസരിച്ച് അതുപോലെ തന്നെ ഓക്കെ. പിന്നെ PT വരുമ്പോഴത്തേക്കും ഓവറോൾ 58, നോ ബാൻ ലെസ് ദാൻ 50 ആണ് വേണ്ടത്. നമുക്ക് ബാച്ചിലേഴ്സിന്റെ മെയിൻലി ഡ്യൂറേഷൻ വരുന്നത് 3 to 4 ഇയേഴ്സ് ആണ്. ഞാൻ പറഞ്ഞ പോലെ ഇപ്പം 3 ഇയേഴ്സ് ബിസിനസ് പ്രോഗ്രാം ഒക്കെ ആണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒരു 3 ഇയേഴ്സ് ആയിരിക്കും ഡ്യൂറേഷൻ വരുന്നത്. ഇപ്പൊ എഞ്ചിനീയറിംഗ് പോലത്തെ പ്രോഗ്രാംസ് ഒക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ആർക്കിടെക്ചർ പോലത്തെ പ്രോഗ്രാംസ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ 4 ഇയേഴ്സ് എബോ വരുന്നുണ്ട്. അതുകൊണ്ടാണ് 3 to 4 ഇയേഴ്സ് എന്നുള്ള ഡ്യൂറേഷൻ കൊടുത്തേക്കുന്നത്. നെക്സ്റ്റ് PG നമുക്ക് മാസ്റ്റേഴ്സ് ആണ്. PG ഡിപ്ലോമ അങ്ങനെയൊന്നും വരുന്നില്ല, മാസ്റ്റേഴ്സ് എന്നുള്ള രീതിയിൽ തന്നെ വരുന്നുള്ളൂ. അത് ലെവൽ 9 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ. അതെന്ന് പറയുമ്പോഴത്തേക്കും ബാച്ചിലേഴ്സിന് നമുക്ക് മിനിമം ഒരു 60 ഡിഗ്രി ആണ് നമുക്ക് പെർസെൻറ്റേജ് വേണ്ടത്. അത് നമുക്ക് 3 ഇയേഴ്സ് ഡിഗ്രി ആവാം, ഇല്ലെങ്കിൽ നമുക്ക് 4 ഇയേഴ്സ് ആവാം. ഇപ്പൊ BCom ആണെങ്കിൽ അങ്ങനെ ആവാം, ഇല്ലെങ്കിൽ BTech കഴിഞ്ഞവരോ അങ്ങനെയാണെന്നുണ്ടെങ്കിലും നമുക്ക് പ്രശ്നമില്ല. പിന്നെ അഗെയിൻ ഒരു മാസ്റ്റേഴ്സ് കഴിഞ്ഞവരാണെങ്കിലും നമുക്ക് വീണ്ടും ഒരു മാസ്റ്റേഴ്സ് ഓസ്ട്രേലിയ എടുക്കുന്നതിൽ പ്രശ്നമില്ല. നമ്മൾ സെയിം കോഴ്സ് എടുക്കാണ്ട് അതിന് സ്പെഷ്യലൈസേഷൻ ആയിട്ട് എന്തെങ്കിലും ഒരു മാസ്റ്റേഴ്സ് എടുക്കുവാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. കാരണം നമ്മൾ എന്തുകൊണ്ട് ആ ഒരു പ്രോഗ്രാം എടുത്തു എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് അതായിട്ട് കണക്ട് ചെയ്യാൻ പറ്റണം. ഇപ്പോൾ ഓൾറെഡി നമ്മളൊരു മാസ്റ്റേഴ്സ് കഴിഞ്ഞു വന്നിട്ട് വീണ്ടും എന്തിനാണ് മാസ്റ്റേഴ്സ് എടുക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കത് കണക്ട് ചെയ്യാൻ പറ്റണം. സോ നമുക്ക് മാസ്റ്റേഴ്സ് എൻട്രിക്ക് വേണ്ടി 60% ആണ് വേണ്ടത്. അതിനും IELTS അല്ലെങ്കിൽ PT ആവശ്യമുണ്ട്. PGക്ക് നോർമലി IELTS വരുന്നത് ഓവറോൾ 6.5, നോ ബാൻ ലെസ് ദാൻ 6 ആണ്. PT ആണെങ്കിൽ ഓവറോൾ 65, നോ ബാൻ ലെസ് ദാൻ 58. ബട്ട് ഇത് വേരി ചെയ്യും, പ്രോഗ്രാം അനുസരിച്ച് അവിടെയും വേരിയേഷൻ ഉണ്ടാവും. പിന്നെ നമുക്ക് മാസ്റ്റേഴ്സ് വരുന്നത് 2 ഇയേഴ്സ് ഡ്യൂറേഷനിലാണ്. ഓസ്ട്രേലിയയിൽ നമുക്ക് മിനിമം 2 ഇയേഴ്സ് തന്നെ മാസ്റ്റേഴ്സ് പഠിക്കണം. അതിൽ കുറവ് ഡ്യൂറേഷൻ വരുമ്പോൾ നമുക്ക് വിസയ്ക്കും പ്രശ്നം വരും, അതുപോലെ തന്നെ നമുക്ക് സ്റ്റേ ബാക്കിനും ഇഷ്യൂ വരും. സോ നമ്മൾ 2 ഇയേഴ്സ് ആയിട്ടുള്ള പ്രോഗ്രാം തന്നെ ഓസ്ട്രേലിയ ചൂസ് ചെയ്യണം. 1.5 ഇയർ പ്രോഗ്രാം ഒക്കെ നമുക്ക് വെബ്സൈറ്റിൽ കാണും. ചിലപ്പോൾ സ്റ്റുഡൻസ് ഇങ്ങനെ ചോദിക്കാറുണ്ട് 1.5 നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. ബട്ട് നമുക്ക് 2 ഇയേഴ്സ് ഉണ്ടെങ്കിലാണ് സ്റ്റേ ബാക്കിന്റെ ഓപ്ഷൻ കിട്ടുള്ളൂ. അതുപോലെ തന്നെ വിസയ്ക്കും പ്രശ്നമില്ലാണ്ട് ഇരിക്കുള്ളൂ. എൻട്രി റിക്വയർമെന്റ്സ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമ്മുടെ യൂണിവേഴ്സിറ്റീസാ. ഇപ്പൊ ഓസ്ട്രേലിയയിൽ ഓൾമോസ്റ്റ് ഒരു 40+ യൂണിവേഴ്സിറ്റീസ് മൊത്തത്തിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഇതിന് പുറമെ കുറെ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് ഏറ്റവും സേഫ് ആയിട്ട് വിസയ്ക്ക് വെക്കാൻ പറ്റുന്നത് ഈ പറഞ്ഞ പോലെ പബ്ലിക് യൂണിവേഴ്സിറ്റീസ് തന്നെയാണ്. അപ്പൊ ഓസ്ട്രേലിയയിൽ ഇപ്പൊ യൂണിവേഴ്സിറ്റീസിന്റെ ക്ലാസിഫിക്കേഷൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് G8 എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഓഫ് 8 എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് നെയിം കാണാൻ പറ്റും. സെർച്ച് ചെയ്യുമ്പം മെയിൻ ആയിട്ട് ഓസ്ട്രേലിയയിലെ യൂണിവേഴ്സിറ്റിനെ കുറിച്ച് സെർച്ച് ചെയ്യുമ്പം G8 എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. എന്ന് വെച്ചാൽ അത് ഗ്രൂപ്പ് ഓഫ് 8 യൂണിവേഴ്സിറ്റീസ് ഇൻ ഓസ്ട്രേലിയ ആണ് G8 എന്ന് പറഞ്ഞ് മീൻ ചെയ്യണം. എന്ന് വെച്ചാൽ ഒരു 8 യൂണിവേഴ്സിറ്റീസിന്റെ ഗ്രൂപ്പാണ്. അവരെന്ന് പറയുന്നത് ഒരു ടോപ്പ് റാങ്കിങ്ങിൽ, ഇപ്പൊ ടീച്ചിങ്ങിന്റെ കേസിലാണെങ്കിലും അവരുടെ റിസർച്ചിന്റെ ബേസിസിലാണെങ്കിലും, അല്ലെങ്കിൽ ഇപ്പം ലെക്ചേഴ്സ് അല്ലെങ്കിൽ ഈ പഠിപ്പിക്കുന്നതിന്റെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ ലാബ്സിന്റെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ അവർ മുന്നിലായിരിക്കും എപ്പോഴും. എന്ന് പറഞ്ഞാൽ ഈ 8 യൂണിവേഴ്സിറ്റീസും വേൾഡിൽ തന്നെ ടോപ്പ് റാങ്കിങ് 130ക്കുള്ളിൽ നിൽക്കുന്ന യൂണിവേഴ്സിറ്റീസ് ആണ് ഈ G8 ഗ്രൂപ്പിൽ വരുന്ന 8 യൂണിവേഴ്സിറ്റീസും. അതാണ് ഞാനിപ്പോ ജസ്റ്റ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി ഓഫ് ഓസ്ട്രേലിയ, വെസ്റ്റേൺ ഓസ്ട്രേലിയ, മൊണാഷ് യൂണിവേഴ്സിറ്റി, ഓസ്ട്രേലിയൻ നാഷണൽ യൂണിവേഴ്സിറ്റി, യൂണിവേഴ്സിറ്റി ഓഫ് അഡലൈഡ്, പിന്നെ യൂണിവേഴ്സിറ്റി ഓഫ് മെൽബൺ, then University of New South Wales Sydney, the University of Queensland, പിന്നെ University of Sydney. ഇതെല്ലാം മേജർ സിറ്റീസ് ഫോക്കസ് ചെയ്ത് വരുന്നത് തന്നെയാണ് ഈ 8 യൂണിവേഴ്സിറ്റീസ്. അപ്പൊ ഇതൊന്നും മെയിൻലി എന്ന് പറയുമ്പോഴത്തേക്കും അവർ നോക്കുന്നത് റാങ്കിങ് നോക്കും ഒന്ന്, അതുപോലെ തന്നെ അവരുടെ പ്രോഗ്രാംസും അതുപോലെ ആയിരിക്കും. പ്രവീൺ മ്യൂട്ട് ചെയ്യാമോ പ്രവീൺ? ഓക്കെ. അപ്പം ഇതാണ് G8 യൂണിവേഴ്സിറ്റീസ്. ഇപ്പൊ നമ്മളടുത്ത് സ്റ്റുഡൻസ് ചിലർ G8 മാത്രം ചോദിച്ചു വരുന്നതുണ്ട്. അപ്പൊ നമുക്ക് G8 ആണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റീസിൽ ഓൾമോസ്റ്റ് എല്ലാ പ്രോഗ്രാംസും അവൈലബിൾ ആയിരിക്കും. പിന്നെ G8 അല്ലാണ്ട് നമുക്ക് വരുന്ന വേറെ കുറച്ച് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്.
അത് നമുക്ക് കുറച്ച് ഞാനിവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളൂ. ലൈക്ക് ന്യൂ കാസിൽ യൂണിവേഴ്സിറ്റി, ഡീക്കിൻ യൂണിവേഴ്സിറ്റി, എഡിത്ത് കോവൻ, ഫ്ലിൻഡേഴ്സ്, ലാഡ്രോപ്പ്, ചാൾസ്ട്രിറ്റ് യൂണിവേഴ്സിറ്റി, യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജി സിഡ്നി. ഇതൊക്കെ നമുക്ക് അത്യാവശ്യം കുറച്ച് അഫോർഡബിൾ എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ പോലും നമുക്ക് സ്റ്റുഡൻസ് അധികം ചോദിക്കുന്ന രീതിയിലുള്ള യൂണിവേഴ്സിറ്റീസ് ആണിത്. പിന്നെ ചിലർ നമുക്ക് റീജിയൻ ഒക്കെ എടുക്കുവാണെങ്കിൽ അങ്ങനെയും നമുക്ക് ബെനിഫിറ്റ് ഉണ്ട്. ഇപ്പം ഈ മെൽബൺ, സിഡ്നി ഇതെന്നൊക്കെ പറയുന്ന മേജർ സിറ്റീസ് ആണ്. അപ്പൊ ഇതിന് പുറമെ നമ്മളിപ്പോ റീജിയണൽ ഏരിയ എന്ന് പറഞ്ഞ ഒരു ഏരിയയും കൂടെ ഓസ്ട്രേലിയയിൽ വരുന്നുണ്ട്. അപ്പൊ നിങ്ങളിപ്പോ റീജിയണൽ ഏരിയ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ റീജിയണൽ ഏരിയ വരുമ്പോൾ അഡീഷണൽ സ്റ്റേ ബാക്കിനൊക്കെ നമുക്ക് ബെനിഫിറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ PR പോയിന്റ്സിനൊക്കെ ആണെങ്കിലും ബെനിഫിറ്റ് വരുന്നുണ്ട്. നെക്സ്റ്റ് നമ്മുടെ കോഴ്സ് ആണ്. കോഴ്സ് നമ്മൾ മേജർ ആയിട്ട് വരുന്ന ഫീൽഡ് ഒക്കെയാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ UG നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ബിസിനസ്സിൽ അവൈലബിൾ ആണ് പ്രോഗ്രാം. ദെൻ IT ഉണ്ട്, എഞ്ചിനീയറിംഗിൽ തന്നെ എല്ലാ സ്ട്രീമും ഉണ്ട്. പിന്നെ ഹെൽത്ത് സയൻസിൽ മേജർലി നഴ്സിംഗ് ആണ്. നമുക്ക് നഴ്സിംഗ് ബാച്ചിലേഴ്സ് വരുമ്പോഴത്തേക്കും മെയിൻലി നഴ്സിംഗ് ആണ് സ്റ്റുഡൻസ് നമുക്ക് എൻക്വയറി കൂടുതൽ വരുന്നത്. പിന്നെ വരുന്നത് നമുക്ക് ലോ വരുന്നുണ്ട്, സയൻസ് ഒക്കെ വരുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് നോക്കുമ്പോൾ ഇപ്പൊ മാസ്റ്റേഴ്സ് ആയിരിക്കും നമുക്ക് കൂടുതൽ എൻക്വയറീസ് വരുന്നത്. അപ്പൊ പോസ്റ്റ് ഗ്രാജുവേറ്റ് നോക്കുമ്പോൾ നമുക്ക് മെയിൻലി ഇപ്പം ടെക്നോളജി IT റിലേറ്റഡ് ഒക്കെ നോക്കുവാണെങ്കിൽ ഇപ്പൊ ഡിമാൻഡിങ് ആയിട്ടുള്ളത് IT AI വരുന്നുണ്ട്, ഡേറ്റാ സയൻസ് വരുന്നുണ്ട്, സൈബർ സെക്യൂരിറ്റി ഒക്കെ ഡിമാൻഡിങ് ആയിട്ട് വരുന്ന പ്രോഗ്രാമാണ്. ദെൻ ബിസിനസ് നോക്കുമ്പോഴത്തേക്കും നമുക്ക് MBA, മാർക്കറ്റിംഗ്, ഫിനാൻസ്, ഇന്റർനാഷണൽ ബിസിനസ്, സപ്ലൈ ചെയിൻ ഒക്കെ വരുന്നുണ്ട്. ഇതിന് പുറമെ നമുക്കിപ്പോ ക്യൂൻസ്ലാൻഡ് ഏരിയയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഹോസ്പിറ്റാലിറ്റിക്ക് നല്ല സ്കോപ്പാണ്. ഇവിടെ എന്ന് പറയുമ്പോൾ ഓരോ സ്റ്റേറ്റിലും ഇപ്പം ക്യൂൻസ്ലാൻഡിൽ ഇപ്പൊ ടൂറിസം ആണെങ്കിൽ ചിലപ്പം സിഡ്നി, മെൽബണിലൊക്കെ ചിലപ്പോൾ ഫിനാൻസ് അല്ലെങ്കിൽ ബിസിനസ്സിനൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ITക്കൊക്കെ ആയിരിക്കും കൂടുതൽ സ്കോപ്പ്. അതുപോലെയാണ് നമുക്കിപ്പോൾ വെസ്റ്റേൺ ഓസ്ട്രേലിയ ഏരിയ എടുക്കുമ്പോൾ നമുക്ക് മെയിൻലി മൈനിങ്, അതിന്റെ ഓയിൽ ആൻഡ് ഗ്യാസ്, ഇതിനൊക്കെ നല്ല സ്കോപ്പ്. അപ്പൊ ഇവിടെ ഓരോരോ സ്റ്റേറ്റ് നോക്കിയിട്ട് ഓരോരോ പ്രോഗ്രാമിന് അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസും ഉണ്ട്, ബെനിഫിറ്റ്സും ഉണ്ട്. നെക്സ്റ്റ് ഹെൽത്ത് നോക്കുമ്പോൾ നമുക്ക് അറിയാം എല്ലാവർക്കും പബ്ലിക് ഹെൽത്ത് വരുന്നുണ്ട്, നഴ്സിംഗ് ഇപ്പൊ മാസ്റ്റേഴ്സിലാണെങ്കിലും നഴ്സിംഗ് വരുന്നുണ്ട്. ഓൾറെഡി BSc നഴ്സിംഗ് കഴിഞ്ഞവരാണെങ്കിൽ നമുക്ക് MSc നഴ്സിംഗ് പ്രോഗ്രാം നോക്കാം. 2 years ആണ്. അത് വിത്ത് രജിസ്ട്രേഷൻ പ്രോഗ്രാമും വരുന്നുണ്ട്. അപ്പം അതിനനുസരിച്ച് നമുക്ക് IELTSന്റെ സ്കോറും വ്യത്യാസം ഉണ്ടാവും. ദെൻ സോഷ്യൽ വർക്ക് ഇതുപോലെ തന്നെയാണ്. ലാംഗ്വേജ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. അത് കാരണം സോഷ്യൽ വർക്ക് പ്രോഗ്രാമിനും 7 ആയിരിക്കും IELTS ഓൾമോസ്റ്റ് എല്ലാ യൂണിവേഴ്സിറ്റീസും ചോദിക്കുന്നത്. ലൈക്ക് ഫിസിയോതെറാപ്പി അതുപോലെ തന്നെയാണ്. ചിലപ്പോൾ പ്രീ രജിസ്ട്രേഷൻ കോഴ്സ് ആയിരിക്കും. ലൈക്ക് പ്രീ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഓസ്ട്രേലിയയുടെ ഇപ്പം നഴ്സ് ആണെങ്കിലും സോഷ്യൽ വർക്ക് ആണെങ്കിലും ഫിസിയോതെറാപ്പി ആണെങ്കിലും ഓൾറെഡി നമ്മൾ ഇവിടെ നിന്ന് രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ പ്രീ രജിസ്ട്രേഷൻ കോഴ്സ് എടുക്കാനായിട്ട്. അതാണ് മെയിൻലി ഫിസിയോതെറാപ്പി നഴ്സിംഗിലൊക്കെ വരുന്നത്. പിന്നെ എഞ്ചിനീയറിംഗ് നോക്കുമ്പോൾ എല്ലാ ഫീൽഡ് ഞാൻ പറഞ്ഞില്ല, ഇപ്പം മൈനിങ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ വെസ്റ്റേൺ ഓസ്ട്രേലിയ ഏരിയയിൽ മൈനിങ്ങിനൊക്കെ നല്ല സ്കോപ്പാണ്. അപ്പം അതൊരു റീജിയണൽ ഏരിയയും കൂടിയാണ്. അപ്പൊ അങ്ങോട്ട് പോകുന്നവർക്ക് ഈ പറഞ്ഞ പോലെ PR-നും ഇപ്പൊ ജോബ് കിട്ടാനൊക്കെ ആണെങ്കിലും കുറച്ചുകൂടെ ഈസി ആയിരിക്കും. പിന്നെ നമുക്ക് എഡ്യൂക്കേഷൻ വരുന്നുണ്ട്. ഇപ്പൊ ടീച്ചിങ് ചോദിക്കുന്നവരുണ്ടാവും, അപ്പൊ നമുക്ക് എഡ്യൂക്കേഷൻ വരുന്നുണ്ട്. ദെൻ എൻവയോൺമെന്റൽ സയൻസ്, ഇപ്പൊ മെയിൻലി നോക്കുമ്പോൾ വെസ്റ്റേൺ ഓസ്ട്രേലിയയിൽ എൻവയോൺമെന്റൽ സയൻസിനും ഈ പറഞ്ഞ പോലെ നല്ല സ്കോപ്പ് ഉള്ളതാണ്. ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് നമുക്ക് വരുന്ന പ്രോഗ്രാംസ് UGയിലും PGയിലും. പിന്നെ നമ്മുടെ ഫീസ് എന്ന് വെച്ചാൽ ഏകദേശം എത്രയാണ് ഒരു ഫീ റേഞ്ച്, ഇപ്പം ബാച്ചിലേഴ്സിനാണെങ്കിലും മാസ്റ്റേഴ്സിനാണെങ്കിലും എത്രയാണ് നമുക്ക് ഫീ റേഞ്ച് വരുന്നത് എന്നുള്ളതാ. അപ്പം ബാച്ചിലേഴ്സിന് നോർമലി ഇപ്പൊ നമ്മുടെ ഓസ്ട്രേലിയയുടെ കറൻസി വരുന്നത് AUD ആണ്, ഓസ്ട്രേലിയൻ ഡോളർ. അപ്പൊ അത് ഇവിടുത്തെ INR ഏകദേശം ഒരു 60 റുപ്പീസ് ആണ്. AUD എന്ന് പറയുന്നത് 60 റുപ്പീസ് ആണ്. അപ്പം ബാച്ചിലേഴ്സിന് നമുക്ക് ഏകദേശം ഒരു 28,000 AUD ടു 45,000 AUD എന്ന് പറഞ്ഞാൽ നമുക്കൊരു 15 lakhs തുടങ്ങി, ഒരു 15 തുടങ്ങി ഒരു 20-23 വരെയൊക്കെ പെർ ഇയർ പോകുന്നുണ്ട്. ഡിപ്പെൻസ് ഓൺ ദി കോഴ്സ്. നമ്മൾ കോഴ്സ് എടുക്കുന്ന അനുസരിച്ച് നമുക്ക് ഫീസിനും വേരിയേഷൻ ഉണ്ടാവും. അതുപോലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മിനിമം ഒരു 20 lakhs ആണ് ഫീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ കേൾക്കുമ്പോൾ നല്ല ഫീസാണെന്ന് തോന്നും, എന്നാലും നമുക്ക് അത്യാവശ്യം ഈ എക്സലൻസ് സ്കോളർഷിപ്പ് ഒക്കെ കിട്ടുന്നുണ്ട് മെറിറ്റ് ബേസ്ഡ്. ഇപ്പം മിക്ക യൂണിവേഴ്സിറ്റീസിന് 20-30% വരെ പെർ ഇയർ സ്കോളർഷിപ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ഒന്ന് നമ്മുടെ മെറിറ്റ് ബേസ്ഡ് ആണ്, നമ്മുടെ പെർസെൻറ്റേജിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കലി കിട്ടുന്ന സ്കോളർഷിപ്സും ഉണ്ട്. ലൈക്ക് നമ്മൾ ഓഫർ എടുക്കുമ്പോൾ എത്ര ദിവസത്തിനുള്ളിൽ നമ്മൾ പ്രോസസ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്കോളർഷിപ്പ്, നമുക്ക് ഫീസ് അടച്ചു കഴിഞ്ഞാൽ ഈ ഒരു സ്കോളർഷിപ്പ് എലിജിബിൾ ആവും എന്ന് പറഞ്ഞാൽ അങ്ങനെ കോമൺ ആയിട്ട് കിട്ടുന്നതുണ്ട്. പിന്നെ വരുന്നത് എക്സലൻസ് സ്കോളർഷിപ്പാണ്. അത് മെയിൻലി നമ്മുടെ പെർസെൻറ്റേജ് ഓഫ് മാർക്ക് അനുസരിച്ചാണ്. നെക്സ്റ്റ് സ്റ്റേ ബാക്ക് ആണെന്ന് വെച്ചാൽ നമ്മുടെ പോസ്റ്റ് സ്റ്റഡി വർക്ക് ആഫ്റ്റർ സ്റ്റഡീസ് നമുക്ക് സ്റ്റേ ബാക്കിന്റെ ഓപ്ഷൻസും പിന്നെ നമ്മൾ പഠിക്കുന്ന ടൈമിൽ പാർട്ട് ടൈം ഓപ്പർച്യൂണിറ്റീസും എങ്ങനെയാന്നുള്ളതാണ്.
അപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ ബാച്ചിലേഴ്സ് നമ്മുടെ ഡ്യൂറേഷൻ പറഞ്ഞിരുന്നത് 3 ഇയേഴ്സ് ആണ്, 3 ഇയേഴ്സ് അല്ലെങ്കിൽ 4 ഇയേഴ്സ് ആണ്. അപ്പൊ അതിന്റെ സ്റ്റേ ബാക്ക് എന്ന് പറയുന്നത് നമുക്ക് 2 to 3 ഇയേഴ്സ് വരെ ഉണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് റീജിയണൽ ഏരിയ വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന പോലെ തന്നെ റീജിയണൽ ഏരിയയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് 3 ഇയേഴ്സ് വരെ സ്റ്റേ ബാക്ക് കിട്ടുന്നുണ്ട്. മാസ്റ്റേഴ്സ് വരുമ്പോഴത്തേക്കും, മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ PhD വരുമ്പോഴത്തേക്കും നമുക്ക് അപ് ടു 4 ഇയേഴ്സ് വരെ കിട്ടും. നോർമലി 3 ഇയേഴ്സ് ആണ്, ബട്ട് നമ്മൾ റീജിയണൽ ഏരിയ ചൂസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് 4 ഇയേഴ്സ് വരെ സ്റ്റേ ബാക്ക് ഉണ്ട്. ഇപ്പൊ PhD ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് ചിലപ്പോൾ ഒരു 3 ഇയേഴ്സ് അല്ലെങ്കിൽ 6 ഇയേഴ്സ് കൊണ്ടൊക്കെ ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് PhD എടുക്കുന്നവർക്ക് ഫുൾ ടൈം വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ എപ്പോഴും ഓസ്ട്രേലിയ ചെയ്യുമ്പോൾ മെയിൻലി സ്റ്റുഡന്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഏജ് ഒരു കൺസേൺ ആണ്. അപ്പൊ എപ്പോഴും നമുക്ക് എന്താ പറഞ്ഞാൽ 2 വർഷം നമുക്ക് സ്റ്റഡീസ് ഉണ്ട്. അപ്പൊ നമ്മളിപ്പോ ഒരു 32 ഇയേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഒരു 32 ഇയേഴ്സിൽ അപ്ലൈ ചെയ്യുന്ന ഒരാളാണെങ്കിൽ 2 വർഷം എടുക്കും അവരുടെ സ്റ്റഡീസ് കംപ്ലീറ്റ് ആവാൻ. അത് കഴിഞ്ഞ് സ്റ്റേ ബാക്കിന് അപ്ലൈ ചെയ്യുന്ന ടൈമിൽ എന്ന് വെച്ചാൽ നമ്മൾ സ്റ്റേ ബാക്കിന് അപ്ലൈ ചെയ്യുന്ന ടൈമിൽ അവർ 35 ഏജിന് ബിലോ ആയിരിക്കണം. അപ്പൊ നമുക്ക് മാക്സിമം സ്റ്റുഡന്റ് വിസയ്ക്ക് മാസ്റ്റേഴ്സിന് വിടാൻ പറ്റുന്നത് 32 ഇയേഴ്സ് വരെയുള്ളവരെയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വിട്ടാൽ അവർക്ക് സ്റ്റേ ബാക്കിന് ചിലപ്പോൾ എലിജിബിലിറ്റി ഉണ്ടാവണം എന്നില്ല. അപ്പൊ അതെപ്പോഴും നമ്മൾ നോക്കണം. ഒരു 32 ഇയേഴ്സ് ആണ് ഏജ് ലിമിറ്റ് നോർമലി മാസ്റ്റേഴ്സിന് പറയുന്നത്. പിന്നെ UGക്ക് പറയുമ്പോഴത്തേക്ക് നമ്മളൊരു 12th കഴിഞ്ഞ് ഒരു 2 ഇയേഴ്സ് വരെയൊക്കെ ഓക്കെയാണ്. ബട്ട് ആ 2 ഇയേഴ്സ് നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളതിന്റെ ഒരു പ്രോപ്പർ ജസ്റ്റിഫിക്കേഷൻ കൊടുക്കണം. മേ ബി ഇപ്പം നീറ്റ് പ്രിപ്പയർ ചെയ്തവരാവാം, അല്ലെങ്കിൽ എൻട്രൻസ് കോച്ചിങ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നായിരിക്കാം. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോപ്പർ ആയിട്ട് നമ്മൾ അതിന്റെ ജസ്റ്റിഫിക്കേഷൻ കൊടുക്കണം. ദെൻ പാർട്ട് ടൈം നമുക്കിപ്പോൾ അറിയാം ഓൾമോസ്റ്റ് എല്ലാ കൺട്രീസിലും 20 അവേഴ്സ് അല്ലെങ്കിൽ 25 അവേഴ്സ് പെർ വീക്ക് ആണ് വരുന്നത്. ഇവിടെ നമുക്ക് ഓസ്ട്രേലിയയിൽ പാർട്ട് ടൈം വരുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ സ്റ്റുഡൻസിന് 40 അവേഴ്സ് ഫോർട്ട് നൈറ്റ് എന്ന് വെച്ചാൽ നമുക്ക് 2 വീക്സ് 14 ദിവസം നമുക്ക് ചെയ്യാനായിട്ട് ടൈം ഉണ്ട്. 14 ദിവസം കൊണ്ട് 48 അവേഴ്സ് കൊണ്ട് ഇവർക്ക് ചെയ്യാം. ബട്ട് ഇപ്പൊ നമുക്ക് ഇപ്പൊ ക്ലാസ് ഉണ്ട് അല്ലെങ്കിൽ എക്സാം ഉണ്ട്, അപ്പൊ നമുക്കൊരു 1 വീക്ക് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അത് ക്യാരി ഫോർവേഡ് ചെയ്ത് നെക്സ്റ്റ് വീക്കിലേക്ക് ഈ 48 അവേഴ്സും വേണമെങ്കിൽ കംപ്ലീറ്റ് ചെയ്യാം. അങ്ങനെ ഒരു ഇതുണ്ട്. ഇപ്പം നമുക്കൊരു 2 ഡേയ്സ് അല്ലെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല, വീക്കിൽ ചിലപ്പോൾ ഒരു 3 ഡേയ്സ് നമ്മൾ പാർട്ട് ടൈമേ ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ ഇവർക്ക് ആ 2 വീക്സ് കൊണ്ട് ഈ 48 അവേഴ്സ് എപ്പോൾ വേണമെങ്കിലും കംപ്ലീറ്റ് ചെയ്തെടുക്കാം. അതാണ് 40 അവേഴ്സ് ഫോർട്ട് നൈറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇവർക്ക് എപ്പോഴും സെം ബ്രേക്ക് ഉണ്ടാവും നമുക്ക്. അപ്പം സെം ബ്രേക്കിന്റെ ടൈമിലൊക്കെ നിങ്ങൾക്ക് ഫുൾ ടൈം എന്നുള്ള രീതിയിൽ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഏകദേശം ഒരു പാർട്ട് ടൈമിന്റെ റേഞ്ച് വരുന്നത് ഒരു 25 to 33 AUD പെർ അവർ ആണ്. അപ്രോക്സിമേറ്റ്ലി ഒരു 1500 ഒക്കെ ഉണ്ടാവും. നെക്സ്റ്റ് വരുന്നത് നമ്മൾ സ്റ്റുഡന്റ് വിസയുടെ കാറ്റഗറി ആണ്. കാറ്റഗറി ലൈക്ക് നമുക്ക് ഇവിടെ നിന്ന് നമ്മൾ സ്റ്റുഡന്റ് വിസ കിട്ടുന്നത് സബ് ക്ലാസ് 500 ആണ്. അപ്പൊ അതിൽ ഈ പറഞ്ഞ പോലെ നമുക്കൊരു ഫുൾ ടൈം കോഴ്സ് ആയിരിക്കണം. അതും ഈ പറഞ്ഞ പോലെ AQFന്റെ അണ്ടറിൽ വരുന്ന ഒരു യൂണിവേഴ്സിറ്റി ആയിരിക്കണം. അതിനോടൊപ്പം തന്നെ അതിന് നമുക്ക് പാർട്ട് ടൈമിന് അവൈലബിലിറ്റി ഉണ്ടാവും. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉണ്ടാവും. പിന്നെ മാസ്റ്റേഴ്സിന് ഡിപ്പെൻഡിനെ കൊണ്ടുപോകാൻ എന്നുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ബട്ട് ആഫ്റ്റർ എപ്പോഴും ഒരു 6 മന്ത്സ് കൊണ്ടുപോകുന്നതായിരിക്കും ബെറ്റർ. നമ്മൾ ഇനിഷ്യലി ഒരുമിച്ച് വെക്കാണ്ട് തന്നെ ആഫ്റ്റർ ഒരു 6 മന്ത്സ് ആണ് എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഫോർ വിസയുടെ സേഫ്റ്റിക്ക് വേണ്ടി. അപ്പൊ ഇതൊക്കെ ഈ സബ് ക്ലാസ് 500 വരുന്നതാ. അപ്പൊ നമ്മൾ 2 ഇയേഴ്സ് ഇവിടുന്ന് പോയി 2 ഇയേഴ്സിന്റെ സ്റ്റഡീസ് കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് 3 ഇയേഴ്സ് ആണ് സ്റ്റേ ബാക്ക് വരുന്നത്. അപ്പൊ ആ ഒരു സ്റ്റേ ബാക്കിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ആ ഒരു വിസ കാറ്റഗറി ആണ് സബ് ക്ലാസ് 485 എന്ന് വെച്ചാൽ ടെമ്പററി ഗ്രാജുവേറ്റ് വിസ. അത് നമ്മൾ എലിജിബിൾ. വൺസ് നമുക്ക് ഈ സ്റ്റേ ബാക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ സക്സസ്ഫുള്ളി ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവണം. അതിനോടൊപ്പം തന്നെ നമുക്കൊരു 80% എങ്കിലും അറ്റൻഡൻസ് ഉണ്ടാവണം. എന്നാലാണ് നമുക്ക് സ്റ്റേ ബാക്കിന് നമ്മൾ എലിജിബിൾ ആവുകയുള്ളൂ. സോ നമ്മൾ സബ് ക്ലാസ് 500 എന്നുള്ളത് മാറിയിട്ട് സബ് ക്ലാസ് 485ലേക്കാണ് നമ്മൾ സ്റ്റേ ബാക്കിന്റെ ടൈമിൽ നമ്മൾ മാറുന്നത്. അത് നമ്മുടെ സ്റ്റേ ബാക്ക് പീരീഡിന്റെ വിസയാണ് കേട്ടോ, സബ് ക്ലാസ് 485. പിന്നെ നമ്മളൊരു ഇന്ത്യൻ സ്റ്റുഡന്റ് എന്നുള്ള രീതിയിൽ എന്തൊക്കെ അറിഞ്ഞിരിക്കണം? മെയിൻലി നമ്മളിപ്പോ ഓസ്ട്രേലിയ ഇപ്പൊ കുറച്ചുകൂടെ ഒന്ന് സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട് GS പ്രോസസ് ഒക്കെ. GS എന്ന് പറഞ്ഞാൽ ജെനുവിൻ സ്റ്റുഡന്റ്. നേരത്തെ GT എന്നായിരുന്നു, ജെനുവിൻ ടെമ്പററി എൻട്രി എന്നായിരുന്നു. ബട്ട് ഇപ്പൊ അത് GS എന്നുള്ള രീതിയിലാണ് മാറിയിരിക്കുന്നത്. GS റിക്വയർമെന്റ് ജെനുവിൻ സ്റ്റുഡന്റ് ആ ഒരു പേരിൽ തന്നെ ഉണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ജെനുവിൻ ഇന്റൻഷൻ
എന്താണ് സ്റ്റഡീസ് ആണ്. ഇപ്പൊ സ്റ്റുഡന്റ് വിസയ്ക്ക് പോകുന്ന ഒരാൾ മെയിൻ ആയിട്ട് എന്തിലാ ഫോക്കസ് ചെയ്യേണ്ടേ? സ്റ്റഡീസിലാണ്. അപ്പൊ നമ്മൾ ജെനുവിൻലി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ്. നമ്മുടെ ഒരിക്കലും നമ്മളിപ്പം പാർട്ട് ടൈമിൽ കൂടുതൽ ഫോക്കസ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ വൺസ് സ്റ്റഡി കഴിഞ്ഞിട്ട് PR എടുത്ത് സെറ്റിൽ ആവണം, ഇതൊന്നും നമുക്കിപ്പോ ഒരു ഇന്റർവ്യൂ ഉണ്ടെങ്കിലും ഒന്നും പറയാൻ പറ്റില്ല. നമ്മുടെ ജെനുവിൻ ഇന്റൻഷൻ നമ്മൾ സ്റ്റഡീസ് തന്നെ ആയിരിക്കണം. അപ്പൊ അത് പ്രൂവ് ചെയ്യുന്നതാണ് ഈ ഒരു ജെനുവിൻ സ്റ്റുഡന്റ് എന്ന് പറയണേ. എന്ന് വെച്ചാൽ ലൈക്ക് കുറച്ച് പർട്ടിക്കുലർ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. എന്തുകൊണ്ട് ഈ ഒരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്തു, എന്തുകൊണ്ട് നിങ്ങൾ ഈ പ്രോഗ്രാം ചൂസ് ചെയ്തു, എന്തൊക്കെയാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്ന മൊഡ്യൂൾസ്, പിന്നെ അതിന്റെ ടൈമിംഗ് ഒക്കെ എങ്ങനെയാണ്, അല്ലെങ്കിൽ എത്രയാണ് ക്രെഡിറ്റ് വരുന്നത്. ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അവേഴ്സ് ഓഫ് സ്റ്റഡി എന്ന് വെച്ചാൽ 1 ക്രെഡിറ്റ് എന്ന് പറയുന്നത് 10 അവേഴ്സ് ഓഫ് സ്റ്റഡി എന്നാണ് പറയുന്നത്. അപ്പം നമ്മുടെ ഈ ടോട്ടൽ നമ്മുടെ ഈ പ്രോഗ്രാം ഇത്ര ക്രെഡിറ്റ് ഉണ്ടാവും. അതിൽ നമ്മൾ എത്രയാണ് ഓരോരോ സബ്ജക്റ്റിനും ക്രെഡിറ്റ്സ് കൊടുത്തേക്കുന്നത്. ആ ഒരു രീതിയിൽ നമ്മുടെ ഈ പറഞ്ഞ പോലെ ജെനുവിൻ സ്റ്റുഡന്റിൽ നമ്മൾ പറയണം. ആ ക്വസ്റ്റ്യൻസ് പർട്ടിക്കുലർലി നമ്മൾ കുറച്ച് നന്നായിട്ട് ആൻസർ ചെയ്ത് അത് വെരിഫൈ ചെയ്യും നമ്മുടെ വിസ ഓഫീസർ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ സൈഡിൽ നിന്ന്. അതിന് ശേഷമാണ് നമുക്ക് COE തരുന്നത്, എന്ന് വെച്ചാൽ കൺഫർമേഷൻ ഓഫ് എൻറോൾമെന്റ്. വൺസ് നമ്മൾ GS ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് COE കിട്ടും. ആ COE കിട്ടിയാൽ മാത്രമാണ് നമുക്ക് വിസയിലോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. വൺസ് COE നമ്മളത് റിജക്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. അപ്പൊ ഈ COEക്ക് വേണ്ടിയിട്ട് നമ്മുടെ GS മെയിൻ ആയിട്ട് ചെയ്യേണ്ടത് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഒരു ജെനുവിൻ ഇന്റൻഷൻ പ്ലസ് നമുക്ക് വേണ്ടത് പ്രൂഫ് ഓഫ് ഫണ്ട്സാ. എന്ന് വെച്ചാൽ നമ്മളിപ്പോ 2 years സ്റ്റഡീസിന് പോകുന്ന ഒരു സ്റ്റുഡന്റാ. അപ്പൊ നമ്മൾ മിനിമം 1 year ട്യൂഷൻ ഫീ പ്ലസ് 1 year ലിവിംഗ് എക്സ്പെൻസ്. ലിവിംഗ് എക്സ്പെൻസ് എന്ന് പറയുന്നത് 29,710 AUD ആണ്. അപ്രോക്സിമേറ്റ്ലി ഒരു 16 to 17 lakhs വരും. അപ്പൊ നമ്മൾ ഈ GS ഫോമിന്റെ കൂടെ തന്നെ നമ്മൾ പ്രൂഫ് ഓഫ് ഫണ്ട്സും കൂടെ പ്രൊവൈഡ് ചെയ്യണം. എന്ന് വെച്ചാൽ 1 year ട്യൂഷൻ ഫീ പ്ലസ് 1 year ലിവിംഗ് എക്സ്പെൻസ് വിത്ത് പ്രോപ്പർ എന്താണ്, ഇപ്പൊ എഡ്യൂക്കേഷൻ ലോൺ ആണെങ്കിൽ നമ്മൾ എഡ്യൂക്കേഷൻ ലോൺ ആയിട്ട് പ്രൊവൈഡ് ചെയ്യണം. ഇല്ല ഇപ്പൊ നമ്മൾ FDO സേവിങ്സോ ഒക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് 6 monthന്റെ മെച്യൂരിറ്റി ഉണ്ടാവണം. പ്ലസ് ആ ഒരു എമൗണ്ടിന്റെ സോഴ്സും കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. ലൈക്ക് അത് എവിടെ നിന്നാണ് വന്നത്, അല്ലെങ്കിൽ ആരുടെ പേരിലാണ് എന്നുള്ളത് നമ്മൾ പ്രൂഫ് കൊടുക്കേണ്ടി വരും. പിന്നെ നമുക്ക് ITR, ഈ പറഞ്ഞ പോലെ നമ്മുടെ സ്പോൺസർ ആരാണോ, ഇപ്പൊ പാരന്റ്സ് ആണെന്നുണ്ടെങ്കിൽ പാരന്റ്സിന്റെ ITR അങ്ങനെ നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. പ്ലസ് നമ്മൾ GS ക്ലിയർ ചെയ്യാനായിട്ട് COE കിട്ടാനായിട്ട് ഈ പ്രൂഫ് ഓഫ് ഫണ്ട്സിന്റെ കൂടെ വേണ്ടതാണ്. പിന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ്, അത് നമ്മൾ ഓൾറെഡി നമ്മൾ അപ്ലൈ ചെയ്യുന്ന ടൈമിൽ കൊടുക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത ഓഫർ ചിലപ്പോൾ കണ്ടീഷണൽ IELTS ആയിരിക്കാം, അത് ക്ലിയർ ചെയ്തിട്ടാണെങ്കിലും കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഹെൽത്തും ക്യാരക്ടർ റിക്വയർമെന്റ്സും മീറ്റ് ചെയ്യണം. എന്ന് വെച്ചാൽ നമ്മുടെ മെഡിക്കലി നമ്മൾ ഫിറ്റ് ആണെന്നുള്ളത് പ്രൂവ് ചെയ്യണം. അതിന് നമ്മൾ മെഡിക്കൽ എടുക്കണം. പ്ലസ് നമ്മുടെ എന്താണ് PCC, നമ്മുടെ ക്യാരക്ടർ റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യുന്നുണ്ടോ നോക്കാനായിട്ട് PCCയും പ്രൊവൈഡ് ചെയ്യണം. പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്, അത് നമുക്ക് അക്ഷയ ത്രൂ ആണെന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്ത് പാസ്പോർട്ട് ഓഫീസിൽ നിന്ന് എടുക്കാവുന്നതാണ്. പ്ലസ് നമുക്ക് ഇതിന്റെ കൂടെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു എമൗണ്ട്, നമ്മളിപ്പോ കാണിക്കുന്നത് 1 year ട്യൂഷൻ ഫീ 1 year ലിവിംഗ് എക്സ്പെൻസാ. ഇതിന്റെ കൂടെ നമ്മൾ ഒരു ഓവർസീസ് OHSC എന്ന് പറയും, ഓവർസീസ് ഹെൽത്ത് കവർ എന്ന് പറഞ്ഞിട്ട് ആ ഒരു എമൗണ്ടും കൂടെ നമ്മൾ കാണിക്കേണ്ടി വരും. നമ്മുടെ സ്റ്റേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോലെ ലൈക്ക് അതുപോലെ കാണിക്കേണ്ടി വരും. പിന്നെ ഇതിന് പുറമെ നമ്മൾ 2-way ടിക്കറ്റിന്റെ എമൗണ്ടും കൂടെ കാണിക്കണം കേട്ടോ. അത് ഏകദേശം ഒരു 2000 AUD വരും. അതും കൂടെ നമ്മൾ ഈ ഒരു ഫണ്ട് റിക്വയർമെന്റ്സിൽ കാണിക്കണം. അപ്പൊ നമ്മൾ ടോട്ടലി കാണിക്കേണ്ടി വരുന്നത് 1 year ട്യൂഷൻ ഫീ, 1 year ലിവിംഗ് എക്സ്പെൻസ്, പിന്നെ OHSCയുടെ ഫീസ് വരുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ 2-way ടിക്കറ്റിന്റെ ചാർജും കൂടെ കാണിക്കേണ്ടി വരും. ഇത്രയാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ പ്ലസ് GS ഫോം, ഇതെല്ലാം കൂടെ നമ്മൾ കൊടുത്ത് ഇത് അപ്രൂവ് ആയി കഴിഞ്ഞാണ് നമുക്ക് COE കിട്ടുന്നത്. വൺസ് നമുക്ക് ഈ COE കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ വിസയിലേക്ക് പോകാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ നമ്മൾ വൺസ് ഈ GS ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് സെമസ്റ്ററിന്റെ ഫീസ് അടയ്ക്കേണ്ടി വരും. അപ്പം എല്ലാ യൂണിവേഴ്സിറ്റീസിലും ഓൾമോസ്റ്റ് ഫസ്റ്റ് സെമസ്റ്റർ ഫീസ് അടച്ച് നമുക്ക് പോയാൽ മതി. നമ്മൾ 1 year കാണിക്കുന്നുണ്ടെങ്കിലും നമുക്ക് ഫസ്റ്റ് സെമസ്റ്ററിന്റെ ഫീസ് അടച്ച് പോവാം. ബാക്കിയുള്ള ബാലൻസ് ഫീസും ഈ ലിവിംഗ് എക്സ്പെൻസും നമ്മൾ കാണിച്ചാൽ മതിയാവും. ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു, GSഉം അതുപോലെ തന്നെ COE. GS വൺസ് ക്ലിയർ ആയി കഴിഞ്ഞാൽ നമുക്ക് ഫണ്ടെല്ലാം വെരിഫിക്കേഷൻ കഴിഞ്ഞ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവർ COE ഇഷ്യൂ ചെയ്യും. 1 COE ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വിസയിലേക്ക് പോകുന്നത്. ഇപ്പൊ കുറച്ചുകൂടെ ഒന്ന് റൂൾസ് ഒക്കെ ഒന്ന് ടൈറ്റ് ചെയ്തിട്ടുണ്ട് ഓസ്ട്രേലിയ. അപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മൾ ഫണ്ടൊക്കെ നല്ല പ്രോപ്പർ ആയിട്ടായിരിക്കണം വെക്കേണ്ടത്. ഇപ്പം ഫുള്ള് കഴിയുന്നതും ഫുൾ എഡ്യൂക്കേഷൻ ലോൺ വെക്കാണ്ട് കുറച്ചെങ്കിലും നമ്മുടെ ഓൺ ഫണ്ട് കാണിക്കാൻ പറ്റുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ ITR, ഈ പറഞ്ഞ പോലെ സോഴ്സ് ഓഫ് ഫണ്ട്, ഇതെല്ലാം നമ്മൾ കാണിക്കേണ്ടി വരും.
നമ്മളെ സ്റ്റേ ബാക്കിന്റെ ടൈം കഴിഞ്ഞു, സ്റ്റേ ബാക്കിൽ ഫുൾ ടൈം വർക്ക് ചെയ്ത് കഴിഞ്ഞു. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ പി ആറിലേക്ക് എന്തൊക്കെയാണെന്നുള്ളത് കുറച്ച് സ്റ്റെപ്സ് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ് സബ് ക്ലാസ് 485 മാറുന്നു, പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ. അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ആ ഒരു 3 ഇയേഴ്സ് അല്ലെങ്കിൽ 4 ഇയേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ സെയിം ഫീൽഡിൽ കഴിയുന്നതും ജോബ് നോക്കിയിട്ട് നമ്മളൊരു അവിടുത്തെ സ്കിൽസ് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യാന്നുള്ളതാണ്. വൺസ് അത് കഴിഞ്ഞ് നമുക്ക് എക്സ്പീരിയൻസ് മിനിമം ഒരു 2 ഇയേഴ്സ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ പറഞ്ഞ പോലെ ഇംഗ്ലീഷ് ടെസ്റ്റ് കൂടെ കഴിഞ്ഞ് നമുക്ക് സ്കിൽ അസസ്മെന്റിന് കൊടുക്കാം. വൺസ് നമ്മൾ EOE എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ മിനിമം 65 ആണ് വേണ്ടത് പോയിന്റ്സ്. അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ സ്കിൽ സെറ്റിലേക്ക് മാറിയിട്ട് ഈ 189 അല്ലെങ്കിൽ 190 അതെന്ന് പറഞ്ഞാൽ റീജിയണൽ ബേസ് ചെയ്തിട്ടുള്ളതുണ്ട്, സ്റ്റേറ്റ് ബേസ് ചെയ്തിട്ടുള്ളതുണ്ട്. ഇപ്പൊ ചിലർക്ക് ഇവർ പഠിക്കുന്നത് ഒരു സ്ഥലത്ത്, നമുക്ക് അത് കഴിഞ്ഞ് സ്റ്റേ ബാക്ക് കഴിഞ്ഞിട്ട് അവർക്ക് PR കിട്ടാനായിട്ട് വേറെ സ്ഥലമായിരിക്കാം നിങ്ങൾ നോക്കണം. അപ്പൊ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് റീജിയണോ അല്ലെങ്കിൽ സ്റ്റേറ്റ് വൈസ് എങ്ങോട്ടാന്ന് വെച്ചാൽ നമുക്ക് നോമിനേഷൻ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് നമ്മൾ ഇൻവിറ്റേഷന് വെയിറ്റ് ചെയ്യണം. വൺസ് ഇൻവിറ്റേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വിസയ്ക്ക് വേണ്ടിയിട്ട് എന്താണ് അപ്ലൈ ചെയ്യാം. ഇതാണ് നോർമൽ ഒരു PR-ന്റെ പ്രോസസ് ആഫ്റ്റർ കംപ്ലീറ്റിംഗ് യുവർ കോഴ്സ്. സോ ഞാൻ ഓൾമോസ്റ്റ് എല്ലാ പോയിന്റ്സും കവർ ചെയ്തു എന്ന് വിചാരിക്കുന്നു. പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ പ്രോഗ്രാം ഒക്കെ നമ്മുടെ ഈ കഴിയുന്നതും നിങ്ങളുടെ സ്റ്റഡി ആയിട്ടോ അല്ലെങ്കിൽ വർക്ക് എക്സ്പീരിയൻസ് ആയിട്ട് റിലേറ്റ് ആയിട്ടുള്ളതായിരിക്കണം കഴിയുന്നത് എടുക്കുന്നത്. നമുക്കൊരു ബന്ധമില്ലാത്ത പ്രോഗ്രാം എടുക്കാനായിട്ട് പറ്റില്ല. കാരണം അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കാരണം എന്തുകൊണ്ടൊരു ഈ GS ഞാൻ പറഞ്ഞായിരുന്നു ജെനുവിൻ ഇന്റൻഷൻ ഓഫ് സ്റ്റഡി, അത് തന്നെ അവർ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ ഒരു പ്രോഗ്രാം എടുത്തു എന്നുള്ളത്. അപ്പൊ അത് നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഉണ്ടാവണം, എന്നാൽ മാത്രമാണ് നമുക്ക് അത് വിസയിലോട്ട് എത്തിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ചിലര് നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ ഇതാണ് പഠിച്ചത് പക്ഷെ നമുക്ക് ഹെൽത്തിലേക്ക് മാറണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഹെൽത്തായിട്ട് ഒരു റിലേഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അത് ബുദ്ധിമുട്ടാണ്. അപ്പൊ കഴിയുന്നതും നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് റിലേറ്റ് ചെയ്ത് തന്നെ കോഴ്സ് എടുക്കാനായിട്ട് നോക്കുക. എനി ഡൗട്ട്സ്? സോ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ആർക്കും ഡൗട്ട് ഇല്ലാന്ന് വിചാരിക്കുന്നു. സോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ബി ഇന്റർനാഷണൽ ആയിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. സോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച് ഫോർ ടൈം.